وامرأته قائمة فضحكت فبشرناها بإسحاق ومن وراء إسحاق يعقوب. ഇബ്രാഹീമിന്റെ പത്നിയും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇത് കേട്ട് അവർ ചിരിച്ചു. നാം അവർക്ക് ഇസ്ഹാക്കിന്റെയും ഇസ്ഹാക്കിന് ശേഷം യാക്കൂബിന്റെയും ജനന സുവാർത്തയറിയിച്ചു. ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്, മലക്കുകൾ മനുഷ്യരൂപത്തിൽ വന്നുവെന്ന വാർത്ത കേട്ടതോടെ വീട് മുഴുവൻ പരിഭ്രാന്തിയിലകപ്പെട്ടിരുന്നുവെന്നാണ്. ഇബ്രാഹിം നബിയുടെ പത്നി പോലും പരിഭ്രമിച്ചു പുറത്തു വന്നിരുന്നു. പിന്നീട് തന്റെ വീട്ടിലോ നാട്ടിലോ വിനാശമൊന്നും വരാൻ പോകുന്നില്ലെന്ന് കേട്ടപ്പോൾ മാത്രമാണ് അവർക്ക് ജീവൻ തിരിച്ചു കിട്ടിയത്. അതോടെ അവർ സന്തുഷ്ടരാവുകയും ചെയ്തു. മലക്കുകൾ ഈ സന്തോഷവാർത്ത ഇബ്രാഹിം നബിയെ അറിയിക്കുന്നതിന് പകരം സാറാ ബീവിയെ അറിയിക്കാൻ കാരണമിതാണ്. ഇബ്രാഹിം നബിക്ക് ഇതിനു മുമ്പ് തന്നെ മറ്റൊരു ഭാര്യയായ ഹാജറയിൽ ഇസ്മായിൽ അലൈഹിസ്സലാം ജനിച്ചിരുന്നു. എന്നാൽ സാറയ്ക്ക് ഇതുവരെ സന്താനമുണ്ടായിരുന്നില്ല. അതിനാൽ അവർ ദുഃഖിതയായിരുന്നു. ഈ ദുഃഖം ദൂരീകരിക്കാൻ വേണ്ടി അവർക്ക് ഇസ്ഹാക്ക് നബിയെപ്പോലെ മഹാനായ ഒരു പുത്രനുണ്ടാവുമെന്ന് മാത്രമല്ല സന്തോഷവാർത്ത അറിയിച്ചത്, ആ പുത്രന് ശേഷമുണ്ടാവുന്ന പൗത്രൻ യാക്കൂബ് നബിയും ഉന്നതനായ പ്രവാചകനായിരിക്കുമെന്ന് കൂടി അറിയിക്കുകയുണ്ടായി. قالت يا ويلتى أألد وأنا عجوز وهذا بعلي شيخا إن هذا لشيء عجيب. അവർ പറഞ്ഞു, ഹാ കഷ്ടം, ഞാനൊരു പടുകിഴവിയായിരിക്കെ എനിക്ക് കുട്ടികളുണ്ടാവുകയോ? എന്റെ ഭർത്താവും ഇതാ വൃദ്ധനായി കഴിഞ്ഞു. ഇത് വലിയൊരത്ഭുതം തന്നെ. ഇതിന്റെ പേരിൽ സന്തോഷിക്കുന്നതിന് പകരം യഥാർത്ഥത്തിൽ തന്നെ ഇതൊരു നിർഭാഗ്യമാണെന്ന് സാറാ ബീവി മനസ്സിലാക്കിയിരുന്നുവെന്ന് ഇതിനർത്ഥമില്ല. വാസ്തവത്തിൽ സ്ത്രീകൾ പൊതുവെ ആശ്ചര്യപ്പെടുമ്പോൾ ഉപയോഗിക്കാറുള്ള ചില വാക്കുകളിൽപ്പെട്ടതാണിത്. ഭാഷാർത്ഥമല്ല, വെറും ആശ്ചര്യപ്രകടനമേ അതുകൊണ്ട് ഉദ്ദേശിക്കാറുള്ളൂ. ബൈബിളിൽ നിന്ന് മനസ്സിലാകുന്നത്, ഈ സന്ദർഭത്തിൽ ഇബ്രാഹിം നബിക്ക് 100 വയസ്സും സാറാ ബീവിക്ക് 90 വയസ്സുമായിരുന്നുവെന്നാണ്. قالوا أتعجبين من أمر الله رحمة الله وبركاته عليكم أهل البيت إنه حميد مجيد. മലക്കുകൾ പറഞ്ഞു, അല്ലാഹുവിന്റെ വിധിയിൽ അത്ഭുതപ്പെടുന്നുവോ? ഇബ്രാഹീമിന്റെ വീട്ടുകാരെ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ കരുണയും അനുഗ്രഹങ്ങളുമുണ്ട്. അവൻ സർവസ്തുതിയും അർഹിക്കുന്നവനും അത്യധികം മഹത്വമുള്ളവനുമല്ലോ. മലക്കുകൾ പറഞ്ഞതിന്റെ സാരമിതാണ്. ഈ പ്രായത്തിൽ സാധാരണഗതിയിൽ മനുഷ്യന് സന്താനങ്ങളുണ്ടാവില്ല. പക്ഷേ അല്ലാഹുവിന്റെ ശക്തി കൊണ്ട് അങ്ങനെ സംഭവിക്കുക എന്നത് ഒട്ടും വിദൂരവുമല്ല. എന്നിരിക്കെ നിങ്ങളെപ്പോലുള്ള ഒരു സത്യവിശ്വാസിനി അല്ലാഹുവിൽ നിന്ന് ഇങ്ങനെയൊരു സന്തോഷവാർത്ത അറിയിക്കപ്പെടുമ്പോൾ ആശ്ചര്യപ്പെടുന്നതെന്തിന്? فَلَمَّا ذَهَبَ عَنْ إِبْرَاهِيمَ الرَّوْعُ وَجَاءَتْهُ الْبُشْرَى يُجَادِلُنَا فِي قَوْمِ لُوطٍ. തുടർന്ന് സംഭ്രമം അകലുകയും സന്താനലബ്ധിയുടെ സുവാർത്തയാൽ സന്തുഷ്ടനാവുകയും ചെയ്തപ്പോൾ ഇബ്രാഹിം ലൂത്തിന്റെ ജനതയുടെ കാര്യത്തിൽ നമ്മോട് തർക്കിച്ചു തുടങ്ങി. തർക്കിക്കുക എന്ന പദം ഇബ്രാഹിം നബിക്ക് തന്റെ നാഥനോടുണ്ടായിരുന്ന അപാരമായ സ്നേഹവും സുദൃഢമായ ബന്ധവും വ്യക്തമാക്കുന്നു. ദൈവവും തന്റെ അടിമയും തമ്മിൽ നടന്ന സുദീർഘമായ സംവാദത്തിന്റെ ഒരു ചിത്രമാണ് ഈ പദപ്രയോഗം നമ്മുടെ മനസ്സിൽ ഉണർത്തുന്നത്. അടിമ ശഠിച്ചു പറയുന്നു, എങ്ങനെയെങ്കിലും ലൂത്തിന്റെ ജനതയിൽ നിന്ന് ശിക്ഷ ഒഴിവാക്കണമെന്ന്. ആ ജനത നന്മയിൽ നിന്ന് പൂർണ്ണമായും ഒഴിവായിരിക്കുന്നുവെന്നും ഒരു ദാക്ഷിണ്യത്തിനും പഴുതില്ലാത്ത വിധം അവരുടെ പാപങ്ങൾ പെരുകിയിരിക്കുന്നുവെന്നും ദൈവം മറുപടി പറയുന്നു. അടിമ വീണ്ടും അപേക്ഷിച്ചു നോക്കുകയാണ്, രക്ഷിതാവേ, അവരിൽ നന്മയുടെ വല്ല അംശവും അവശേഷിക്കുന്നുണ്ടുവെങ്കിൽ അവർക്കല്പം കൂടി അവസരം നൽകുമാറാകണം. ആ നന്മ ഒരു വേള വളർന്നു വന്നെങ്കിലോ? ഈ തർക്കത്തിന്റെ ചില വിശദീകരണങ്ങൾ ബൈബിളിൽ കാണാം.
പക്ഷേ ഖുർആന്റെ സംക്ഷിപ്ത വിവരണത്തിന് അതിനേക്കാൾ വിശാലമായ അർത്ഥതലങ്ങളുണ്ട്. താരതമ്യ പഠനത്തിന് ബൈബിൾ ഉൽപ്പത്തി 18:23 കാണുക. ഇന്ന ഇബ്രാഹീമ ലഹലീമുൻ അവ്വാഹും മുനീബ്. ഇബ്രാഹിം വളരെ ക്ഷമാശീലനും ദയാലുവും സദാ പശ്ചാത്തപിച്ചു മടങ്ങുന്നവനുമായിരുന്നു. യാ ഇബ്രാഹീം അഅ്രിദ് അൻ ഹാദാ ഇന്നഹു ഖദ് ജാഅ അംറു റബ്ബിക് വഇന്നഹും ആതീഹിം അദാബുൻ ഗൈറു മർദൂദ്. അവസാനം നമ്മുടെ ദൂതന്മാർ അദ്ദേഹത്തോട് പറഞ്ഞു, ഓ ഇബ്രാഹിം, ഇക്കാര്യം വിട്ടേക്കുക. നിന്റെ നാഥന്റെ വിധി വന്നുകഴിഞ്ഞു. ആ ജനത്തെ ആർക്കും തടുക്കാനാവാത്ത ശിക്ഷ ബാധിക്കുക തന്നെ ചെയ്യും. ഈ വിശദീകരണത്തിനിടയിൽ പ്രത്യേകിച്ചും ലൂത്തിന്റെ ജനതയുടെ കഥ വിവരിക്കുന്ന പശ്ചാത്തലവുമായി ഇബ്രാഹിം നബിയുടെ ഈ സംഭവത്തെക്കുറിച്ച് പരാമർശം വരുന്നില്ലെന്ന് പ്രത്യക്ഷത്തിൽ തോന്നിയേക്കാം. എന്നാൽ ശേഷമുള്ള ചരിത്ര വിവരണത്തിന്റെ ലക്ഷ്യം പരിഗണിക്കുമ്പോൾ ഇത് തികച്ചും സന്ദർഭോചിതമാണ്. ഇതിന്റെ ബന്ധം മനസ്സിലാക്കാൻ താഴെ പറയുന്ന സംഭവങ്ങൾ മുമ്പിൽ വയ്ക്കുക. ഖുറൈശികളാണ് ഇവിടെ സംബോധിതർ. ഇബ്രാഹിം നബിയുടെ സന്താനങ്ങളായതിനാൽ മുഴുവൻ അറബികളുടെയും ഗുരുക്കന്മാരും അള്ളാഹുവിന്റെ ഭവനമായ കഅബയുടെ സമീപസ്ഥരും മതപരവും ധാർമ്മികവും രാഷ്ട്രീയവും നാഗരികവുമായ നേതൃത്വത്തിന്റെ ഉടമസ്ഥരുമായിരുന്നു അവർ. അതിനാൽ ഒരുതരം ഗർവ് അവരെ പിടികൂടിയിരിക്കുകയാണ്. ഞങ്ങൾക്കെങ്ങനെയാണ് ദൈവത്തിന്റെ ശിക്ഷ ഇറങ്ങുക? ഞങ്ങൾ ദൈവത്തിന് ഏറ്റവും ഇഷ്ടദാസനായ ഇബ്രാഹീമിന്റെ സന്തതികളല്ലേ? അദ്ദേഹം അള്ളാഹുവിന്റെ സന്നിധിയിൽ ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യാതിരിക്കില്ല. ഈ ദുരഭിമാനത്തെ തകർക്കാൻ ആദ്യമായി നൂഹ് നബിയുടെ അനുഭവം അവർക്ക് കാണിച്ചു കൊടുക്കുന്നു. ഉന്നതസ്ഥാനീയനായ ആ പ്രവാചകന്റെ കൺമുമ്പിൽ വെച്ച് തന്റെ കരളിന്റെ കഷ്ണം മുങ്ങി മരിക്കുകയാണ്. ഇത് കാണുമ്പോൾ പുത്രനെ രക്ഷിക്കാൻ അദ്ദേഹം മനം നൊന്ത് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. ഈ ശുപാർശ പക്ഷേ മകന് ഒട്ടും പ്രയോജനപ്പെടുന്നില്ലെന്ന് മാത്രമല്ല, പിതാവിന് അതിന്റെ പേരിൽ താക്കീത് ലഭിക്കുകൂടിയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഇവിടെ ഇബ്രാഹിം നബിയുടെ തന്നെ മറ്റൊരു ദൃശ്യം അവതരിപ്പിക്കുകയാണ്. ഒരു വശത്ത് അദ്ദേഹത്തിന് അത്യധികം അനുഗ്രഹങ്ങൾ ചെയ്യുന്നു, അങ്ങേയറ്റം സ്നേഹത്തോടെ അനുസ്മരിക്കുന്നു. എന്നാൽ മറുവശത്ത് അള്ളാഹുവിന്റെ മിത്രമായ അതേ ഇബ്രാഹിം നബി നീതിനിഷ്ഠമായ ദൈവിക നടപടിയിൽ ഇടപെട്ട് കുറ്റവാളികളായ ജനതയെ ശിക്ഷിക്കുന്നതിനെതിരിൽ നിർബന്ധ ബുദ്ധിയോടെ നടത്തുന്ന ശുപാർശ നിരാകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ചരിത്രത്തിന്റെ ഗതിയിലും വ്യവസ്ഥയിലും പ്രകടമായിക്കൊണ്ടിരിക്കുന്ന അള്ളാഹുവിന്റെ പ്രതികാര നടപടിയുടെ സ്വഭാവം കൂടി ഖുറൈശികളെ ഓർമ്മപ്പെടുത്തണമെന്ന് ഈ പ്രഭാഷണത്തിൽ ഉദ്ദേശ്യമുണ്ട്. അവരുടെ തന്നെ മുമ്പിലും പിമ്പിലും അതിന്റെ അവശിഷ്ടങ്ങൾ കാണപ്പെടുന്നുമുണ്ട്. പക്ഷെ അവർ ഒട്ടും ഭയമില്ലാതെ സമാധാന ചിത്തരായാണ് അതിനെ നോക്കിക്കാണുന്നത്. ഒരു വശത്ത് ഇബ്രാഹിം നബി സത്യത്തിനും നീതിക്കും വേണ്ടി സ്വദേശത്തു നിന്ന് ബഹിഷ്കൃതനായി തികച്ചും അന്യമായ മറ്റൊരു നാട്ടിൽ വന്ന് താമസിക്കുന്നു. പ്രത്യക്ഷത്തിൽ ഒരു ശക്തിയും അദ്ദേഹത്തിന്റെ അധീനതയിലില്ല. പക്ഷേ അള്ളാഹു അദ്ദേഹത്തിന് തന്റെ സദ്വൃത്തികളുടെ ഫലമായി വാർദ്ധക്യകാലത്ത് ഇസ്ഹാക്കിനെ നൽകുന്നു. തന്റെ ഭാര്യ വന്ധ്യയായിരുന്നിട്ടും പിന്നീട് അതേ കുടുംബത്തിൽ യാക്കൂബ് നബി ജനിക്കുന്നു. അദ്ദേഹത്തിൽ നിന്ന് നൂറ്റാണ്ടുകളോളം ഫലസ്തീനിലും ഷാമിലും മഹത്വത്തിന്റെ മണിനാദം മുഴക്കിയ ഇസ്രായേൽ വംശം ഉദ്ഭവിക്കുകയും ചെയ്യുന്നു. മുമ്പ് ഇബ്രാഹിം നബി ഒരഭയാർത്ഥിയായി വന്നു താമസിച്ച അതേ ഫലസ്തീനിലും സിറിയയിലുമായിരുന്നു അത്. മറുവശത്ത് ലൂത്ത് ജനത സുഖജീവിതത്തിൽ മതിമറന്ന് നീചവൃത്തികളിൽ ഉന്മത്തരായിരിക്കെയാണ്. അങ്ങകലെയൊന്നും തങ്ങളുടെ ദുർവൃത്തികളുടെ പ്രത്യാഘാതങ്ങൾ അവർ കാണുന്നില്ല. ലൂത്ത് നബിയുടെ ഉപദേശങ്ങളെ അവർ കാറ്റിൽ പറത്തിക്കളയുന്നു. എന്നാൽ ഇബ്രാഹിം നബിയുടെ പരമ്പരയിൽ നിന്ന് സൗഭാഗ്യവാന്മാരായ ഒരു ജനതയെ എഴുന്നേൽപ്പിക്കാൻ തീരുമാനിച്ച അതേ തീയതിയിലാണ് ഈ ദുർവൃത്തരായ ജനതയെ ഭൂമുഖത്തുനിന്ന് നിശ്ശേഷം ഉന്മൂലനം ചെയ്യാനുള്ള ഉത്തരവ് നടപ്പിൽ വരുത്തുന്നത്. ഇന്ന് അവശിഷ്ടങ്ങൾ പോലും എങ്ങും കണ്ടെത്താൻ സാധ്യമല്ലാത്ത വിധം പാഠം പഠിപ്പിക്കുന്ന തരത്തിലായിരുന്നു ആ ഉന്മൂലനം. رسلنا لوطا سيء بهم وضاق بهم ذرعا وقال هذا يوم عصيب. നമ്മുടെ ദൂതരായ മലക്കുകൾ ലൂത്തിന്റെ അടുക്കലെത്തിയപ്പോൾ അദ്ദേഹം വളരെ പരിഭ്രമിക്കുകയും മനസ്സുമുട്ടുകയും ചെയ്തു.
ഇന്നൊരു ക്ലേശദിനം തന്നെ എന്ന് അദ്ദേഹം പറഞ്ഞുപോയി. ലൂത്ത് ജനതയെക്കുറിച്ച് 80 മുതൽ 84 വരെ സൂക്തങ്ങളുടെ വ്യാഖ്യാനത്തിൽ കേൾപ്പിച്ചിട്ടുണ്ട്. ഖുർആൻ വിവരിച്ച ശൈലിയിൽ നിന്ന് മനസ്സിലാകുന്നത് ലൂത്ത് നബിയുടെ അടുക്കൽ മലക്കുകൾ വന്നത് സുന്ദര കുമാരന്മാരുടെ വേഷത്തിലായിരുന്നുവെന്നാണ്. അവർ മലക്കുകളാണെന്ന് ലൂത്ത് നബി മനസ്സിലാക്കിയിരുന്നില്ല. അതുകൊണ്ടാണ് അതിഥികളുടെ ആഗമനത്തിൽ അദ്ദേഹത്തിന് വലിയ പരിഭ്രാന്തിയും മനക്ലേശവും അനുഭവപ്പെട്ടത്. തന്റെ ജനത എത്രമാത്രം ദുർവൃത്തരും നിർലജ്ജരുമായി കഴിഞ്ഞിരിക്കുന്നുവെന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാമായിരുന്നു. وجاءه قومه يهرعون إليه ومن قبل كانوا يعملون السيئات قال يا قوم هؤلاء بناتي هن أطهر لكم فاتقوا الله ولا تخزون في ضيفي أليس منكم رجل رشيد. ആ അതിഥികൾ എത്തേണ്ട താമസം ജനം അദ്ദേഹത്തിന്റെ ഭവനത്തിലേക്ക് പാഞ്ഞടുത്തു. മുമ്പേ അവർ നീചവൃത്തികൾ ശീലിച്ചവരായിരുന്നു. ലൂത്ത് അവരോട് പറഞ്ഞു, അല്ലയോ സഹോദരങ്ങളെ, എന്റെ പെൺമക്കളിതാ, ഇവരാകുന്നു നിങ്ങൾക്ക് ഏറെ വിശുദ്ധകളായിട്ടുള്ളവർ. അള്ളാഹുവിനെ ഭയപ്പെടുവിൻ. അതിഥികളുടെ കാര്യത്തിൽ എന്നെ അപമാനിക്കരുത്. നിങ്ങളിൽ വിവേകമുള്ള ഒരു മനുഷ്യനുമില്ലേ? ഇവിടെ എന്റെ പെൺമക്കളിതാ എന്ന വാക്കിലൂടെ ലൂത്ത് നബി സൂചിപ്പിക്കുന്നത് തന്റെ സമുദായത്തിലെ പെൺകുട്ടികളെ ആവാനും സാധ്യതയുണ്ട്. കാരണം പ്രവാചകൻ സ്വന്തം ജനതയ്ക്ക് പിതൃസ്ഥാനീയനാണ്. സമുദായത്തിലെ പെൺകുട്ടികൾ അദ്ദേഹത്തിന് സ്വന്തം മക്കളുടെ സ്ഥാനത്തുമാണ്. ലൂത്ത് അലൈഹിസ്സലാം പറഞ്ഞത് തന്റെ തന്നെ പെൺമക്കളെപ്പറ്റി ആവാനും സാധ്യതയുണ്ട്. രണ്ടു വിധത്തിലായാലും അവരെ വ്യഭിചരിച്ചു കൊള്ളാനാണ് അദ്ദേഹം പറഞ്ഞതെന്ന് ധരിക്കാൻ ഒട്ടും അവകാശമില്ല. ഇവരാകുന്നു നിങ്ങൾക്ക് ഏറെ വിശുദ്ധകളായിട്ടുള്ളവർ എന്ന വാചകം ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണകളെ നിശേഷം നിഷേധിക്കുന്നു. ലൂത്ത് നബിയുടെ ഉദ്ദേശ്യം വ്യക്തമായും ഇതായിരുന്നു: നിങ്ങളുടെ വികാരങ്ങൾ അള്ളാഹു നിശ്ചയിച്ച പ്രകൃതിപരവും അനുവദനീയവുമായ മാർഗത്തിലൂടെ പൂർത്തീകരിക്കുക. അതിന് ഇവിടെ സ്ത്രീകളുടെ കുറവില്ലല്ലോ. قالوا لقد علمت ما لنا في بناتك من حق وإنك لتعلم ما نريد. അവർ മറുപടി നൽകി, നിന്റെ പെൺമക്കളിൽ ഞങ്ങൾക്ക് ഒരു താൽപര്യവുമില്ലെന്ന് നിനക്കു തന്നെ നന്നായി അറിയാമല്ലോ. ഞങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നതെന്നും നിനക്കറിയാം. ആ ജനത്തിന്റെ മാനസിക നിലവാരം യഥാവിധം ചിത്രീകരിക്കുന്ന വാക്യമാണിത്. അവർ ആഭാസത്തിൽ എന്തുമാത്രം മുങ്ങിക്കഴിഞ്ഞിരുന്നുവെന്ന് ഇത് കാണിച്ചു തരുന്നുണ്ട്. പ്രകൃതിപരവും വിശുദ്ധവുമായ മാർഗം കൈയൊഴിച്ച് പ്രകൃതി വിരുദ്ധവും മലീമസവുമായ മാർഗം സ്വീകരിച്ചതിൽ പരിമിതമല്ല അവരുടെ ധാർഷ്ട്യം. മറിച്ച് അവരുടെ എല്ലാ ആഗ്രഹങ്ങളും അഭിരുചികളും ഈ വൃത്തിഹീനമായ മാർഗത്തിൽ തന്നെ കേന്ദ്രീകരിക്കുക എന്ന പതനത്തോളം അവർ എത്തിക്കഴിഞ്ഞിരുന്നു. ഈ ആഭാസത്തെക്കുറിച്ച് മാത്രമായിരുന്നു അവരുടെ ചിന്ത. പ്രകൃതിപരവും പരിശുദ്ധവുമായ മാർഗത്തെക്കുറിച്ച് ആ മാർഗം ഞങ്ങൾക്കു വേണ്ടിയുള്ളതേയല്ല എന്നു പറയുന്നതിൽ അവരൊട്ടും ലജ്ജിച്ചിരുന്നില്ല. ധർമ്മച്യുതിയുടെയും മനോവൈകൃതത്തിന്റെയും ഏറ്റവും താഴ്ന്ന പടിയാണത്. ഇതിനേക്കാൾ താഴ്ന്ന ഒരവസ്ഥ വിഭാവനം ചെയ്യാൻ പോലും സാധ്യമല്ല. ഹലാൽ സ്വീകരിക്കേണ്ടതും ഹറാം തള്ളിക്കളയേണ്ടതുമാണെന്ന് വിശ്വസിക്കുന്നതോടൊപ്പം മനോദൗർബല്യം കാരണം നിഷിദ്ധത്തിൽ പെട്ടുപോകുന്ന വ്യക്തിയുടെ കുറ്റം താരതമ്യേന ലഘുവാണ്. അദ്ദേഹം ഒരു വേള നന്നാവാം, നന്നാവാതിരിക്കുകയും ചെയ്യാം. അയാളെപ്പറ്റി പക്ഷേ പരമാവധി പറയാനുള്ളത് അയാൾ ചീത്ത മനുഷ്യനാണ് എന്നു മാത്രമാണ്. അഭിരുചി ഹറാമിൽ മാത്രമാവുകയും ഹലാലായത് ഒട്ടും തനിക്ക് ആവശ്യമുള്ളതേയല്ലെന്ന നിലപാടെടുക്കുകയും ചെയ്യുന്നവരെ മനുഷ്യരായി തന്നെ എണ്ണാൻ സാധ്യമല്ല. മാലിന്യങ്ങളിൽ മാത്രം ജീവിക്കാൻ കഴിയുന്ന വൃത്തികെട്ട കീടമാണ് അയാൾ. നല്ല വസ്തുക്കൾ അയാളുടെ പ്രകൃതിയോട് തന്നെ ഇണങ്ങുകയില്ല. വൃത്തിബോധമുള്ള വല്ലവരുടെയും വീട്ടിൽ ഇങ്ങനെയുള്ള കീടങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ കീടനാശിനി ഒഴിച്ച് അവയെ നശിപ്പിച്ച് വീട് ശുദ്ധമാക്കും. എന്നിരിക്കെ ദൈവം തന്റെ ഭൂമിയിൽ ഇത്തരം കീടസമൂഹത്തെ എത്ര വരെ വെച്ച് പൊറുപ്പിക്കും? قال لو أن لي بكم قوة أو آوي إلى ركن شديد. ലൂത്ത് പറഞ്ഞു, കഷ്ടം, നിങ്ങളെ നേരെയാക്കാൻ എനിക്ക് കഴിവുണ്ടായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ
എനിക്കവലംബിക്കാൻ ബലിഷ്ഠമായ ഒരു താങ്ങുണ്ടായിരുന്നുവെങ്കിൽ. وامرأته قائمة فضحكت فبشرناها